സർപ്പങ്ങളോടെന്തെല്ലാം ദോഷങ്ങളെ ചെയ്തു എങ്കിൽ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുള്ളത് ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്ര സന്നിധിയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ആലപ്പാട് പഞ്ചായത്തിൽ കടലിനും കായലിനും മധ്യേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പണ്ടാരത്തുരുത്ത് എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലവർഷം കനക്കുമ്പോൾ കടലിന്റെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത് മൂക്കുമ്പുഴ ദേവിയുടെ ശക്തി ചൈതന്യം കൊണ്ടാണെന്നതാണ് വിശ്വാസം. പൂർണ്ണമായും കൃഷ്ണശില, തേക്ക് മരം, ചെമ്പ് എന്നിവ ഉപയോഗിച്ച് പുരാതന ക്ഷേത്രങ്ങളിലേതുപോലെ വിശിഷ്ടമായ കൊത്തുപണികളോടുകൂടി ടച്ച് ശാസ്ത്രവിധി പ്രകാരമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. സാമൂതിരി വംശത്തിൽപ്പെട്ട രാജാക്കന്മാര് ഈ ജലമാർഗേന ഈ പ്രതിഷ്ഠയായിട്ട് വന്നെന്നാണ്. അതിന്റെ ശരിക്കും പുരാണപരമായിട്ട് ചിലപ്പോൾ ടിപ്പു സുൽത്താൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടമായിരുന്നിരിക്കാം. അപ്പം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെക്കൻ ജില്ലകളിലേക്ക് ജലമാർഗം സഞ്ചരിച്ചെന്നാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയപ്പോൾ ഈ 5 മനക്കാരെന്ന് പറയുന്നൊരു മനക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൈവശം ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു മടങ്ങിപ്പോയെന്നാണ്. അങ്ങനെ 5 മനക്കാർ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടെത്തിയതാണ് ഈ മൂക്കുമ്പുഴ ക്ഷേത്രത്തിൽ ഈ പരിസരം. ഈ പരിസരത്തിനോടനുബന്ധിച്ചാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠ നടത്തി ആ കാലത്ത് ആചരിച്ചു പോന്നിരുന്നത്. അപ്പോൾ ജനങ്ങൾ അധികം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കരിയില എന്ന് പറയുന്ന ഇതിലായിരുന്നു. അപ്പോൾ വൃക്ഷങ്ങളും അതിൻ്റെ കരിയിലേക്കൊക്കെ കടന്ന് ആ ഭാഗത്തായിരുന്നാണ് ഈ പ്രതിഷ്ഠ. അങ്ങനെ പിന്നീട് ഈ പ്രതിഷ്ഠയുടെ പ്രാധാന്യമൊക്കെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ വന്ന് പൊങ്കാലയൊക്കെ ഇട്ട് അങ്ങനെ തുടങ്ങിയാണ്. അപ്പോൾ ഈ നമുക്ക് ഈ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നുള്ള തീരുമാനം എങ്ങനെയാ എത്തിയത്? അത് ഈ ആ കാലഘട്ടത്തിലെ ക്ഷേത്രം ഏകദേശം ഈ പട്ടിണിയായിട്ടുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. കടപ്പുറമാണെങ്കിലും ഈ പ്രദേശം പൊതുവെ ആ കാലഘട്ടത്തിൽ ഇത് മുടിഞ്ഞു പോയെന്നാണ്. അങ്ങനെ അവസാനം മുടിഞ്ഞു തറയോടനുബന്ധിച്ചായി പ്രതിഷ്ഠ മാത്രമായി. അത് കാലഘട്ടം കഴിഞ്ഞപ്പോഴ ശേഷമാണ് ഇതിനു മുമ്പുള്ള ക്ഷേത്രം ഉണ്ടായത്. ആ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു മഹാക്ഷേത്രം ആയിരുന്നില്ല. ഗോപുരം മാത്രം അതിൻ്റെ അത് ഏകദേശം ഒരു തരം മാത്രമാണ്. തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികൾ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന്റെ വീട്. എൻ്റെ പേര് കണ്ണൻ അനിരുദ്ധൻ. എവിടെ സ്ഥലം? വീട് എറണാകുളം വൈപ്പ്. ഇവിടെ ഇപ്പൊ ശാന്തിയായിട്ടല്ലേ? ഇപ്പൊ എത്ര നാളായിട്ടുണ്ട് ഇവിടെ? ഞാനിവിടെ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടില്ല. 1.5 വർഷമായിട്ട് നാടുമായിട്ട് നല്ലൊരു ബന്ധത്തിലുണ്ട്. ഞങ്ങളുടെ നാടിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? നല്ല നാട്ടുകാരാണ്. നമ്മള് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ രാവിലെ വെളുപ്പിന് 5 മണി മുതൽ വൈകിട്ട് 4:30. ചൊവ്വ, ഞായർ, വെള്ളി ദിവസങ്ങളിൽ 4:30 മുതൽ തുറക്കുന്നതാണ് വൈകിട്ട്. ദേവിയുടെ വിശേഷപ്പെട്ട വഴിപാടെന്ന് പറയുന്ന വാളും ചിലമ്പും എടുപ്പാണ്. അത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ വന്ന് ഇഷ്ടകാര്യസിദ്ധിക്കായിട്ട് ചെയ്യുന്നുണ്ട്. സന്തതി സന്താനങ്ങൾക്ക് നാഗദൈവങ്ങളുടെ തിരുമുമ്പാകെ പാടിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സന്തതി സർപ്പങ്ങളോടെന്തെല്ലാം ദോഷങ്ങളെ ചെയ്തു എങ്കിൽ വെട്ടിക്കോട്ട് നാഗരാജാവും മണ്ണാറ സ്ഥലനാഗയക്ഷമ്മയും വീണസ്വരം കേട്ട് പ്രസാദിക്കണം. സർപ്പദൈവങ്ങൾക്ക് വഴിപാട് സർപ്പദോഷം ഒഴിയാൻ വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിനും സന്തതി സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള വഴിപാട്. ഈ ക്ഷേത്രത്തിലെ ശില്പി തൃശൂർ സ്വദേശിയായ സുനിലാണ്. തീരഭൂവിലെ കൊത്തുപണികൾ കൊണ്ടും പുരാതന ശില്പ മാതൃകകൾ കൊണ്ടുമൊക്കെ ദൃശ്യവിസ്മയമൊരുക്കുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. വ്യത്യസ്തമായ മറ്റ് പല മേഖലകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.